ലച്ചുവിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുവാൻ ശ്രമിച്ച രാഘവന്റെ കയ്യിൽ നിന്നും ലച്ചുവിനെ മോചിപ്പിച്ച് അളകാപുരിയിലേക്ക് മടക്കിക്കൊണ്ടുവന്ന സച്ചിയോട് അബി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയുമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. സച്ചി അബിയോട് പറയുകയാണ്, ഉച്ചകഴിഞ്ഞ് ഒരു എയർപോർട്ട് ഓട്ടമുണ്ട്. അപ്പോൾ അബി ചോദിക്കുകയാണ്, ടാക്സി ഓടുന്നത് കൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ സച്ചി? മെച്ചമൊന്നും നോക്കിയിട്ടല്ല സാറേ ഞാൻ ഈ ജോലി ചെയ്യുന്നത്. പിന്നെ മടിയിൽ കനമുള്ള ആൾക്കാരോട് മാത്രമേ കാശ് കണക്ക് പറഞ്ഞു വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ അബി വീണ്ടും പറയുകയാണ്, രാഘവന്റെ കാര്യത്തിൽ ഞാൻ ഒരു ശ്രദ്ധ വെച്ചോളാം. എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയതിൻ്റെ ഭവിഷ്യത്തോർത്ത് അയാൾ തല പൊക്കില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ സച്ചി പറയുകയാണ്, സാറ് പറ, നമുക്ക് അവനെ അവൻ്റെ സ്ഥലത്ത് പോയി പൊക്കാം. എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൂടെ വരാം. ആ നെറികെട്ടവനെ എനിക്ക് നന്നായിട്ടൊന്ന് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. സച്ചി പറഞ്ഞ കാര്യം ഞാൻ നന്നായിട്ടൊന്ന് ആലോചിക്കട്ടെ. ഇനി രാഘവൻ ഈ സിറ്റിയിൽ കാലുകുത്തരുത്. എന്തായാലും ഞങ്ങളിപ്പോൾ ഇറങ്ങുകയാണ്, നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോൾ ജാനകി പറയുന്നു, സമയം കിട്ടുമ്പോൾ വീണ്ടും വരണം. എൻ്റെ സമയം എന്ന് പറയുന്നത് വിളിക്കുന്നവരുടെ ആവശ്യമാണ്. ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, അപ്പോൾ സച്ചി എത്തും. ജാനകി പറയുകയാണ്, ഒരുപാട് നന്ദിയുണ്ട്. ഈ സമയത്ത് ഇവളെ കൂടെ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത് താങ്ങാൻ കഴിയില്ലായിരുന്നു. ഉടനെ സച്ചി ലച്ചുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് തൻ്റെ നമ്പർ അതിനകത്ത് സേവ് ചെയ്തിട്ട് പറയുകയാണ്, എൻ്റെ നമ്പർ ഇതിനകത്തുണ്ട്. ഞാൻ എപ്പോഴും വഴിയിൽ തന്നെ കാണും. നിനക്ക് എന്തെങ്കിലും ആവശ്യം എപ്പോൾ വന്നാലും ഉടനെ എന്നെ വിളിച്ചേക്കണം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാ എന്ന് പറഞ്ഞ് സച്ചിയും ഭാര്യയും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ പുറത്തേക്ക് വന്ന് കാറിൽ കയറുവാനിരിക്കുമ്പോൾ പെട്ടെന്ന് സച്ചിയെ തൻ്റെ ഭാര്യയെ പിറകിൽ നിന്ന് വിളിക്കുകയാണ്, സച്ചിയേട്ടാ, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നു. നിനക്കെങ്ങനെ മനസ്സിലായി അത്? ജാനകിയുടെ സംസാരത്തിൽ നിന്ന് പിടികിട്ടിയതാണ്. എന്താണ് ജാനകി പറഞ്ഞത്? ഈ വീട്ടുകാരൊക്കെ അവർക്കെതിരാണ്. ഒരിക്കൽ ഈ വീട് വിട്ട് അവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട സാഹചര്യം വരെ ഉണ്ടായി അത്രേ. അപ്പോൾ സച്ചി പറയുകയാണ്, അവരുടെ കമ്പനിയുടെ CEO അഭിസാറായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ഥാനം തെറിച്ചു. പിന്നെ എവിടെയാണ് പ്രശ്നങ്ങളില്ലാത്തത്? എന്തായാലും നമുക്ക് പോകാം. നമ്മുടെ വീട്ടിൽ മാത്രമല്ല പ്രശ്നങ്ങളുള്ളതെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? എന്തായാലും നീ വണ്ടിയിൽ കയറ് എന്ന് പറഞ്ഞ് സച്ചി തൻ്റെ ഭാര്യയെ കയറ്റിക്കൊണ്ട് പോകാൻ തുടങ്ങുകയാണ്. ഈ സമയം പെട്ടെന്ന് നിരഞ്ജന അവിടേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ആരാണ് ജാനകി അടുത്ത് ഇവരൊക്കെ? അപ്പോൾ ജാനകി പറയുന്നു, ഇത് അബിയേട്ടൻ്റെ ഫ്രണ്ടും വൈഫുമാണ്. എന്നിട്ട് നിങ്ങൾ എന്താണ് എന്നെ ഒന്ന് വിളിക്കാതിരുന്നത്? ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജന അവർക്കരികിലേക്ക് ഓടിപ്പോവുകയാണ്. എന്നിട്ട് അവരുടെ അരികിലേക്ക് ചെന്നിട്ട് തന്നെ സ്വയം പരിചയപ്പെടുത്തിയിട്ട് ചോദിക്കുക, നിങ്ങൾ പോകാൻ തുടങ്ങുകയായിരുന്നു അല്ലേ? ശരിക്കും നിങ്ങളിവിടേക്ക് വന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ നിരഞ്ജനയെ പരിചയപ്പെടുത്തുകയാണ് ജാനകി സച്ചിയുടെ ഭാര്യ രേവതിക്ക്. രേവതി, ഇത് അബിയേട്ടൻ്റെ അനിയൻ അജയുടെ ഭാര്യയാണ് നിരഞ്ജന. ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അജയ് പുറത്തെവിടെയോ പോയിട്ട് കാറിലവിടേക്ക് വന്നിറങ്ങുകയാണ്. ഇത് കണ്ടുകൊണ്ട് സച്ചി ചോദിക്കുകയാണ് അബിയോട്, ഇതാരാണ് അബിയേട്ടാ? ഇത് എൻ്റെ അനിയനാണ് അജയ്. പെട്ടെന്ന് സച്ചി ചോദിക്കുകയാണ്, സാറിന് എന്നെ ഓർമ്മയുണ്ടോ? അപ്പോൾ അജയ്, ഇല്ലല്ലോ. അല്ല, സാറിന് എന്നെ അറിയില്ലെങ്കിലും എനിക്ക് സാറിനെ നന്നായിട്ടറിയാം. അപ്പോൾ അജയ് ചോദിക്കുകയാണ്, നിങ്ങളാരാണ്? ഞാൻ ഒരു ടാക്സി ഡ്രൈവറാണ്, പേര് സച്ചി. പെട്ടെന്ന് അജയ് ചോദിക്കുകയാണ്, ഞാനെന്തിനാണ് ഒരു ടാക്സി ഡ്രൈവറെ ഓർത്തിരിക്കുന്നത്? കാറുള്ളപ്പോൾ ഞാനെന്തിനാണ് ടാക്സി വിളിക്കുന്നത്? അത് ശരിയാണ്, എന്നാലും ഒരു ഡ്രൈവർ അയാളുടെ വണ്ടിയിൽ കയറിയവരെ മറക്കാറില്ല. സാർ എൻ്റെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ആ ട്രിപ്പിൽ സാറിനെ നന്നായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തമ്മിൽ നല്ല ഉരസലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ സാറിന് ഓർമ്മയില്ല എന്ന് പറയുകയാണെങ്കിൽ എനിക്കതങ്ങോട്ട് വിശദീകരിക്കേണ്ടി വരും. പെട്ടെന്ന് അബി ചോദിക്കുകയാണ്, സച്ചി, എന്താ ഉണ്ടായത്? അല്ല, സാറിനത് ഓർമ്മയുണ്ടാവുമോ എന്ന് നോക്കട്ടെ. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനതങ്ങോട്ട് വിശദീകരിക്കാം. തുടർന്ന് കാണുന്ന കാഴ്ച സച്ചി പറഞ്ഞ ആ വിവരണങ്ങളിലേക്ക് അജയുടെ ഓർമ്മകൾ പതിയെ യാത്രയാകുന്നതാണ്. അതായത് സച്ചി തൻ്റെ ടാക്സിയുമായി ഒരിടത്ത് കിടക്കുമ്പോൾ ഒരു കോൾ വരികയാണ്. ആ സമയത്ത് ഏതോ ഒരു ഓട്ടത്തിന് വേണ്ടി ആരോ ഒരാൾ വിളിക്കുകയാണ്. അപ്പോൾ സച്ചി പറയുകയാണ്, എനിക്കിപ്പോൾ വരാൻ പറ്റില്ല. നേരം വെളുത്തപ്പോൾ 2 കുരിശുകൾ വന്നിട്ട് വണ്ടിയിൽ കയറിയതാണ്. ഈയിടെ എങ്ങാണ്ട് കല്യാണം കഴിച്ചതാണെന്ന് തോന്നുന്നു. എല്ലായിടത്തും ചുറ്റുകയാണ്. ഇപ്പോൾ ദേ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ വാതിക്കൽ ഞാൻ കിടക്കുകയാണ്. ഏകദേശം 1.5 മണിക്കൂറായി അകത്തേക്ക് കയറി പോയിട്ട്. എന്ത് ചെയ്യാനാ? എന്തായാലും നീ ഫോൺ കട്ട് ചെയ്യ്, ഞാനിപ്പോൾ വരുന്നില്ല എന്ന് പറയുന്നു. ഈ സമയത്ത് അജയും ആ പെണ്ണും കൂടി റെസ്റ്റോറൻറ്റിൽ നിന്ന് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അജയുടെ കൂടെ ഉണ്ടായിരുന്നത് ഹണി റോസാണ്. അജയുടെ കയ്യിൽ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് സംസാരിച്ച് ചിരിച്ചുല്ലസിച്ച് ഇറങ്ങി വരികയാണ്. ഈ സമയത്ത് സച്ചി അവരോട് ഉടക്കുകയാണ്, സാറേ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും 1-1.5 മണിക്കൂർ ഇങ്ങനെ കാത്തുകെട്ടി കിടക്കാനാണെങ്കിൽ ദയവ് ചെയ്ത് എന്നെ വിട്ടേര്, എനിക്ക് പറ്റില്ല. ഉടനെ ഹണി റോസ് പറയുകയാണ്, നിങ്ങളെന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് വെയിറ്റിംഗ് ചാർജ് തന്നാൽ പോരെ? ഞാൻ ചൂടാവുകയൊന്നും അല്ല മാഡം. ഞാൻ ചൂടാകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നിങ്ങൾ പറയില്ലായിരുന്നു. ഹേയ് മിസ്റ്റർ, നിങ്ങളൊരു ടാക്സി ഡ്രൈവർ മാത്രമാണ്. മാഡം, ഞാൻ ടാക്സി ഡ്രൈവറായിട്ടൊന്നുമല്ല ഈ ഭൂമിയിലേക്ക് വന്നത്. നാളെ ഈ പണി ഞാനങ്ങ് വേണ്ട എന്ന് വെച്ചാൽ പിന്നെ ഞാൻ ടാക്സി ഡ്രൈവർ അല്ലല്ലോ.
പിന്നെ ഈ ടാക്സി ഡ്രൈവർ എന്ന് വെച്ചാൽ വില കുറഞ്ഞ പണിയാണോ? വിശ്വസിച്ച് യാത്ര ചെയ്യുന്നവരുടെ ജീവനും കൊണ്ടാണ് അവർ ഓടുന്നത്. അജയ് അപ്പോൾ ഹണി റോസിനോട് പറയുകയാണ്, പോട്ടെ, താനിപ്പോൾ കാറിൽ കയറ്. പക്ഷേ ഹണി അത് വിടാനുള്ള ഭാവമില്ല. അവർ പറയുകയാണ്, ഞങ്ങൾ ആരാണെന്ന് തനിക്കറിയില്ല. അപ്പോൾ സച്ചി, ഷേ, മാഡം വിടാൻ കൂട്ടാക്കുന്നില്ല അല്ലേ? അല്ല, നിങ്ങൾ ആരായാൽ എനിക്കെന്താ? ഞാൻ ജോലി ചെയ്യുന്നു, ആ ജോലി ചെയ്യുന്നതിൻ്റെ ശമ്പളം വാങ്ങി ഞാൻ പോകുന്നു. ഒരുത്തൻ്റെ മുൻപിൽ തലകുനിക്കേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല. എൻ്റെ വണ്ടിയിൽ കയറുന്നവർ ഏത് അരമനയിൽ അന്തി ഉറങ്ങുന്നവരാണെങ്കിലും എനിക്കെന്താണ്? ഇത് കേട്ടിട്ട് വീണ്ടും ഹണിയോട് അജയ് പറയുകയാണ്, ഒരു പ്രശ്നത്തിലേക്ക് പോകണ്ട, താൻ വണ്ടിയിൽ കയറ്. എവിടെയാന്ന് വെച്ചാൽ അവിടെ ഞാൻ കൊണ്ടുവിടാം, എന്നെ അങ്ങ് ഒഴിവാക്കിയേര്. ഉടനെ സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഹണി റോസ് പോയി കാറിലേക്ക് കയറുകയാണ്. പിന്നാലെ നടന്ന് കാറിലേക്ക് കയറുവാൻ തുടങ്ങുന്ന അജയ്യെ സച്ചി തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുകയാണ്, സാറേ, കല്യാണം കഴിഞ്ഞിട്ട് അധിക നാളൊന്നും ആയില്ല അല്ലേ? അതിനെന്താ? അല്ല, കുറച്ച് വിഷമിക്കും സാറേ. അല്ല, നന്നായിട്ട് വിഷമിക്കും. ആ, കയറ്. ഒറ്റ നിമിഷം കൊണ്ട് ഈ കാഴ്ചകളൊക്കെ അജയുടെ മനസ്സിലൂടെ വീണ്ടും മിന്നി മറയുകയാണ്. എന്നിട്ട് പെട്ടെന്ന് അജയ്ക്ക് സ്ഥലകാലബോധം വന്നു എന്ന് മനസ്സിലായപ്പോൾ സച്ചി ചോദിക്കുകയാണ്, വക്കീൽ സാറിന് എന്നെ ഓർക്കാൻ കഴിയുന്നുണ്ടോ? സാറും സാറിൻ്റെ ഒരു ഫ്രണ്ടും കൂടി എൻ്റെ ഈ വണ്ടിയിൽ യാത്ര ചെയ്തതാണ്. എവിടെയൊക്കെയാണ് എന്നെ വെയിറ്റ് ചെയ്യിച്ചത്. സാറിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അടി കൊടുക്കാൻ തോന്നും. പക്ഷേ അടിക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ സാറിന് ഓർമ്മ വരില്ല എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത മറവി തന്നെയാണേ. അപ്പോൾ അജയ് ചോദിക്കുകയാണ്, നിങ്ങളെ ഓട്ടം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ് എന്തെങ്കിലും തരാനുണ്ടോ? കാശ് മേടിക്കാതെ ഞാൻ പോവുമോ? പിന്നെന്തിനാണ് നിങ്ങളിതൊക്കെ ഇവിടെ വന്ന് പറയുന്നത്? അല്ല, സാറിന് എന്നെ പരിചയമുണ്ടോ എന്ന് ഞാനൊന്ന് ചോദിച്ചു പോയി. ഞാനൊരു ടാക്സി ഡ്രൈവർ എന്ന നിലയിൽ സാർ എന്നെ ഒന്ന് ചൊറഞ്ഞു. അപ്പോൾ ഞാനും ഒന്ന് ചൊറഞ്ഞു നോക്കിയതാണ്. അല്ലാതെ എൻ്റെ കാറിൽ യാത്ര ചെയ്തവരെ പറ്റി ഞാൻ വിവരിച്ചിട്ടൊന്നുമില്ല. ഇത്രയും കേട്ടപ്പോഴേക്കും നിരഞ്ജന ഒന്ന് ഞെട്ടിക്കൊണ്ട് അജയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ അജയ്, എന്ത് കണ്ടുകൊണ്ടോ നീ ഇവിടെ നിൽക്കുന്നത്? വാ പോകാം എന്ന് പറഞ്ഞ് നിരഞ്ജനയെ വിളിച്ചു കയറ്റിക്കൊണ്ട് വീടിനുള്ളിലേക്ക് പോവുകയാണ്. ഇത് കണ്ടിട്ട് രേവതി പെട്ടെന്ന് സച്ചിയോട് പറയുകയാണ്, സച്ചിയേട്ടാ, വാ പോകാം, സമയം പോയി. നീ ഒന്നും മിണ്ടാതിരുന്നേ. 5 മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് നേരത്തെ അവിടെ കൊണ്ടെത്തിക്കുവാൻ സച്ചിക്കറിയാം. എന്നിട്ട് അബിയോട്, അബി സാർ ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് ദൂരേക്ക് വിളിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് അബിയോട് പറയുകയാണ്, അബി സാർ കരുതുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ, മൊത്തം റോങ്ങാ സാറേ. അപ്പോൾ അബി ചോദിക്കുകയാണ്, സച്ചി എന്താണ് ഉദ്ദേശിച്ചത്? അല്ല, ഇതുപോലൊക്കെ തന്നെയാണ് എൻ്റെയും വീട്. പക്ഷേ എല്ലാറ്റിനെയും ഞാൻ വരച്ച വരയിൽ നിർത്തും. വാത്സല്യമുള്ള വലിയേട്ടൻ ചമഞ്ഞിരിക്കാതെ ആടിച്ചു ഒതുക്കണം സാറേ. ഇവറ്റകളെയൊന്നും ഉപദേശിച്ചാൽ നന്നാവില്ല, തല്ലുകൊണ്ടാലേ നന്നാവൂ. നല്ല ഒന്നാന്തരം അടി കൊടുക്കണം സാറേ. ഇനി തിരിച്ചടിക്കും എന്ന് സാറിന് ഭയമുണ്ടെങ്കിൽ എന്നെ വിളിക്ക്, ഞാൻ വരാം. ഒരുത്തനും സാറിനെ ഒന്നും ചെയ്യൂല. സച്ചി ഇത്രയുമൊക്കെ സംസാരിക്കണമെങ്കിൽ എന്തോ കാര്യമായിട്ട് വിഷയമുണ്ടല്ലോ. അല്ല സാറേ, അത് സാറിന് ഇതുവരെയും മനസ്സിലായിട്ടില്ലേ? ഇവരെല്ലാവരും കൂടി സാറിനെയും ഭാര്യയും അടിച്ചിറക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് ഒതുക്കൽ ആരംഭിക്കണം. ആദ്യം ആ പോയവനെ വേണം മുറിക്കകത്ത് കയറ്റി ഇടിച്ചൊതുക്കുവാൻ. അവൻ വായി തുറക്കില്ല. അതിനുള്ള മരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ വേറൊരുത്തനുണ്ടല്ലോ, അവനോട് ഓഫീസിലെ കസേരയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയണം. അവൻ ഇറങ്ങിപ്പോയില്ലെങ്കിൽ കസേരയോടെ പൊക്കിയെടുത്ത് ഏതെങ്കിലും പുഴയിൽ കൊണ്ടുപോയി ഇടുന്ന കാര്യം ഞാൻ ഏറ്റു. ഇതിനൊന്നും സാറിന് പറ്റുന്നില്ലെങ്കിൽ സാറിൻ്റെ കാര്യം മാത്രമല്ല, ഇവരെയൊക്കെ കണ്ണടച്ച് വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവരുടെ കാര്യം കൂടി കട്ടപ്പുകയാവും. ഒടുവിൽ അതും സാറ് കാണേണ്ടി വരും. ഭഗവാൻ അവതാരമെടുത്തത് വളർത്തിവിടാൻ വേണ്ടി അല്ല സാറേ, വിഷജന്തുക്കളെ കൊന്നു തള്ളാൻ തന്നെയാണ്. അതുകൊണ്ട് സാറ് പണി ആരംഭിച്ചു. എൻ്റെ നമ്പർ ഞാൻ ലച്ചുവിന് കൊടുത്തിട്ടുണ്ട്. അടി തുടങ്ങുമ്പോൾ ഞാനിങ്ങെത്താം. സാറ് വന്നേ എന്ന് പറഞ്ഞ് മടക്കി വിളിച്ചുകൊണ്ട് സച്ചി പോവുകയാണ്. എന്നിട്ട്, എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ്, സാറിനൊരാവശ്യം വന്നാൽ സച്ചി കൂടെ കാണും എന്ന് പറഞ്ഞ് രേവതിയും സച്ചിയും മടങ്ങിപ്പോവുകയാണ്. തുടർന്ന് കാണുന്നത് അപർണ തൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അമ്മ വന്ന് കതക് തുറന്നിട്ട്, ആഹാ, നീയായിരുന്നോ? നീ എന്താ മോളെ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അപർണ പറയുകയാണ്, അവിടുത്തെ അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. ആ സമയത്ത് എന്നെ കൂടി പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നതാ. എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊരു ഗ്രൂപ്പ് മീറ്റിംഗ് ആക്കാം എന്ന് കരുതി ഞാനും കൂടെ പോകുന്നതാണ്. അവരൊക്കെ ഓഡിറ്റോറിയത്തിലുണ്ട്. എനിക്ക് വേഗം അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ അളകാപുരി 2 ചേരിയായി എന്ന് നിന്റെ അച്ഛൻ പറഞ്ഞത് ശരിയാണ് അല്ലേ മോളെ? അപ്പോൾ അപർണ പറയുകയാണ്, തുല്യബലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഉടൻ തന്നെ വിശ്വനാഥൻ തമ്പി അകത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ഇനി ഒരു ബോംബ് കൂടി പൊട്ടിച്ചു കഴിഞ്ഞാൽ വിജയം നമ്മുടെ കൂടെ ഇങ്ങി പോരും അല്ലേ മോളെ? സമയമാകുമ്പോൾ ദൈവം പന്ത് നമ്മുടെ കാൽ ചുവട്ടിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചു തരുമച്ചാ. ഇത് അപർണ പറയുമ്പോൾ, അല്ല, ആധാരം തിരിച്ചെഴുതുന്ന കാര്യത്തിൻ്റെ ചർച്ച എവിടം വരെ ആയി മോളെ? ആ കാര്യത്തിൽ സൂര്യയ്ക്ക് എന്തെങ്കിലും മനംമാറ്റം വന്നു തുടങ്ങിയോ? ഇനിയും അതിനൊരു വ്യക്തത വന്നിട്ടില്ല ചാ. ഒരു വശത്ത് അബി അച്ഛൻ തന്നത് തിരിച്ചെഴുതിയെടുക്കണം എന്ന് പറഞ്ഞു നടക്കുന്നു. മറുവശത്ത് അച്ഛൻ ഇഷ്ടദാനമായി തന്നത് ഞാൻ എന്തിന് തിരിച്ചെഴുതി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി. അത് ഒരടവാണെന്നുള്ളത് ആർക്കാണച്ചാ അറിയാത്തത്?
അപ്പോൾ തമ്പി പറയുകയാണ്, സൂര്യയ്ക്ക് ആ പ്രോപ്പർട്ടി തിരിച്ചെഴുതാതെ മറ്റൊരു വഴിയും ഇനി മുൻപിലില്ല. അവൻ്റെ ജാള്യത മറയ്ക്കുവാൻ വേണ്ടിയാണ് അവൻ ഈ മിണ്ടാതിരിക്കുന്നത്. പക്ഷേ ആധാരം തിരിച്ചെഴുതി കഴിഞ്ഞാൽ വീണ്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുമാത്രവുമല്ല, എസ്റ്റേറ്റ് വിൽക്കണമെന്നുള്ള അജയുടെ നിലപാട് കൂടുതൽ കടുക്കുകയും ചെയ്യും. അവനെ അതിന് പ്രേരിപ്പിക്കുന്നതേ ആ ഉണ്ണിത്താൻ വക്കീലാണ്. അപ്പോൾ അപർണ പറയുകയാണ്, അവനെ അതിന് പ്രേരിപ്പിക്കുന്നതിനുള്ള ചരടുവലി അവിടെ ഒരു ഭാഗത്ത് നന്നായി നടക്കുന്നുണ്ട്. അമൃതയെയും അജയ് പറഞ്ഞ് ഇളക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ എസ്റ്റേറ്റ് ഒരുപക്ഷെ അച്ഛൻ അങ്ങ് വിറ്റെന്നിരിക്കും. അതുമാത്രവുമല്ല, ശരണിൻ്റെ ഒരു പരിചയക്കാരിയല്ലേ ഹണി റോസ്, അവൾ ആ എസ്റ്റേറ്റ് വാങ്ങാനും എത്തിയിട്ടുണ്ട്. അത് നമ്മൾ തടയണം മോളെ. അതൊരിക്കലും നടക്കാൻ പാടില്ല. അതിനു മുൻപായി മറ്റൊരു കാര്യം കൂടെ സംഭവിക്കണം. അബിക്കും ജാനകിക്കും അളകാപുരിയിൽ താമസിക്കുവാനുള്ള യോഗ്യതയില്ല എന്നുള്ളത് എത്രയും വേഗം വരുത്തി തീർക്കണം. അവരവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അക്കൂട്ടത്തിൽ ചിലപ്പോൾ അച്ഛനും അവരുടെ പിറകിന് പോയി എന്ന് വരും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ എല്ലാ നിയന്ത്രണവും നിന്റെ കൈകളിലെത്തും. ഇതൊക്കെ കേട്ടിട്ട് തമ്പിയുടെ ഭാര്യ പറയുകയാണ്, അച്ഛനും മകളും സ്വപ്നം കാണാം എന്നുള്ളതല്ലാതെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. എടി, നീ ഇതൊക്കെ പറയും. നീ നടക്കില്ല എന്ന് പറഞ്ഞതൊക്കെ നടത്തി കാണിച്ച് തന്നവളാണ് ഈ നിൽക്കുന്ന നമ്മുടെ മോള്. തമ്പി എന്തിനു വേണ്ടിയാണോ അവൻ്റെ മകനുമായിട്ടുള്ള ഇവളുടെ വിവാഹത്തിന് സമ്മതം മൂളിയത്, അത് തന്നെ നടക്കും. എന്നിട്ട് അപർണയോട് തമ്പി പറയുകയാണ്, ഇനി ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ മോളെ നിന്റെ മുൻപിൽ. അബിയുടെയും ജാനകിയുടെയും പടിയിറക്കവും അതിൽ കൂടി സൂര്യനാരായണൻ്റെ ശവക്കുഴി തോണ്ടലും. അച്ഛന് അത് കാണണം മോളെ. തുടർന്ന് കാണുന്നത് അളകാപുരിയിൽ അജയും നിരഞ്ജനയും തമ്മിൽ വലിയ സംഘർഷം നടക്കുന്ന കാഴ്ചയാണ്. അജയ്ക്ക് ആ ടാക്സി ഡ്രൈവറെ പരിചയമുണ്ട്. നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ എനിക്കത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എന്തിനാണ് അജയ് അയാളെ പരിചയമില്ല എന്ന് പറഞ്ഞത്? എനിക്കത് അറിയണം, പറ. എന്നെ പോലെയുള്ള ഒരാൾ ഒരു ടാക്സി ഡ്രൈവറെ എന്തിനാണ് പരിചയപ്പെടുന്നത്? അതുകൂടി നിരഞ്ജന പറഞ്ഞതാ. ചിലപ്പോൾ ഞാൻ അയാളെ കണ്ടു കാണും, എനിക്ക് ഓർമ്മ പോലുമില്ല. അത് സ്വന്തമായി കാറുള്ള ഞാൻ ടാക്സി പിടിച്ച് സവാരി ചെയ്യേണ്ട കാര്യമില്ലെന്ന് ആർക്കാണ് അറിയാൻ വയ്യാത്തത്? അത് തന്നെയാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ നിങ്ങളുടെ ടാക്സിയിൽ എപ്പോഴാണ് കയറിയതെന്ന് അജയ് ചോദിക്കാത്തതെന്താണ്? ആ സമയത്ത് അജയ് ഉരുണ്ട് കളിക്കുകയായിരുന്നു. അയാളോട് സംസാരിക്കാൻ അജയ് ഭയപ്പെടുന്നത് പോലെ എനിക്ക് തോന്നി. നല്ല കാര്യം, അവനെ ഞാൻ ഭയപ്പെട്ടു പോലും. എന്ത് അസംബന്ധമൊക്കെയാണ് നീ പറയുന്നത്? അബിറാമിന് കൂട്ടുനിട്ട് ഇത്തരക്കാരുടെ കൂടെയൊക്കെ ആയിരിക്കാം. എന്നാൽ എനിക്കങ്ങനെയല്ല. ഇത്തരം കാര്യങ്ങളെയൊക്കെ അവജ്ഞയോടെ തള്ളിക്കളയുകയാണ് വേണ്ടത്. അപ്പോൾ നിരഞ്ജന വീണ്ടും ചോദിക്കുകയാണ്, അതൊക്കെ പോട്ടെ, ആരാണ് അന്ന് അജയ്ക്കൊപ്പമുണ്ടായിരുന്ന ആ ഫ്രണ്ട്? അയാളുടെ സംസാരത്തിൽ തന്നെ അതിനെക്കുറിച്ച് ഒരു ദുസൂചന പോലെ ഉണ്ടായിരുന്നു. ഞാൻ ഏതെങ്കിലും ഒരു സ്ത്രീയുമായിട്ട് അവൻ്റെ വണ്ടിയിൽ കയറിയെന്നാണോ നീ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ നിരഞ്ജന പറയുകയാണ്, തിരിച്ചറിയാതിരിക്കുവാൻ വേണ്ടി സ്വന്തം വണ്ടി ഉപേക്ഷിച്ചിട്ട് ടാക്സിയിൽ കയറി പോകുന്ന കഥയൊക്കെ എനിക്കറിയാം. സ്വന്തം നിലപാടാണ് നീ സംസാരിക്കുന്നത്. അവൻ പറഞ്ഞോ എൻ്റെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നു എന്ന്? അവൻ എന്നെ തെറ്റിദ്ധരിച്ചതാണ്. ആരോ മദ്യപിക്കാൻ വേണ്ടി അവൻ്റെ വണ്ടി വിളിച്ചിട്ടുണ്ടാവും. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ തല്ലാൻ തോന്നി എന്നൊക്കെ അവൻ പറഞ്ഞല്ലോ. ഒരു പെണ്ണിനെയാണോ ഒരു ടാക്സി ഡ്രൈവർക്ക് തല്ലുവാൻ തോന്നുന്നത്? ഞാൻ ഇറിറ്റേറ്റഡ് ആയിരുന്നു. അതിൻ്റെ കാരണം അവിടെ അബി ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നിനക്കെന്താ വന്നു വന്ന് എന്നെ സംശയമായി തുടങ്ങിയോ? ഒരു ടാക്സി ഡ്രൈവർ ആളുമാറി എന്തൊക്കെയോ പറഞ്ഞു എന്ന് വെച്ച് എൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുവാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? അങ്ങനെ ചോദ്യം ചെയ്യുവാൻ മാത്രം ഞാൻ അധപ്പതിച്ചിട്ടൊന്നുമില്ല അജയ്. പക്ഷേ അജയ് അങ്ങേരുടെ മുൻപിൽ നിന്നുകൊണ്ട് ചൂളി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നത് കൊണ്ടാണോ അതോ മറ്റേതെങ്കിലും കാരണം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ അജയുടെ ഒരു ചെറിയ മാറ്റം പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അജയ്. അപ്പോൾ അജയ് ചോദിക്കുകയാണ്, ഇതിനൊക്കെ ഞാൻ എന്തു മറുപടിയാണ് പറയേണ്ടത്? ഇത്രയും പറഞ്ഞ ശേഷം നിരഞ്ജന ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ആ സമയത്ത് അജയ് മനസ്സിൽ മന്ത്രിക്കുകയാണ്, അവന് അഭിറാമുമായി ബന്ധമുള്ള സ്ഥിതിക്ക് ഇനി ഞാൻ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. തുടർന്ന് കാണുന്ന ദൃശ്യം വിശ്വനാഥൻ തമ്പി ഫോൺ ചെയ്ത് സംസാരിക്കുകയാണ് രാഘവനോട്. രാഘവ, എൻ്റെ നിരപരാധിത്വത്തെ ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞതാണ്. എന്നിട്ടും നീ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കിനിയൊന്നും ചെയ്യുവാനില്ല. അപ്പോൾ രാഘവൻ പറയുകയാണ്, സാർ എന്തു പറഞ്ഞാലും എനിക്കെൻ്റെ മോളെ തിരിച്ചു കിട്ടണം സാറേ. ആ വീട്ടിൽ അവളെ അവർ ബന്ധിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ തമ്പി പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നീ പോയിക്കൊണ്ടുവന്നൊരു കേസ് കൊടുക്ക്. നിന്റെ മോളെയല്ലേ അവർ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഞാനിത് എന്നേ ചെയ്തേനെ സാറേ. പക്ഷേ അവളെ അവർ ബ്രെയിൻ വാഷ് ചെയ്തു വെച്ചിരിക്കുകയല്ലേ. അവളെങ്ങാനും പോലീസിനോട് ഈ കാര്യമൊക്കെ പറഞ്ഞാൽ ഞാൻ അകത്തു പോകും. എന്നാൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നീ അങ്ങ് പറ. അളകാപുരിയിൽ പോയി നിന്റെ മോളെ ഇറക്കിക്കൊണ്ടുവരാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല സാറേ. സാറിൻ്റെ മോളും അളകാപുരിയിലുണ്ടല്ലോ. ആ കൊച്ചൊന്ന് മനസ്സ് വെച്ചാൽ എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയും സാറേ. ലച്ചുവിന് അളകാപുരിയിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയാൽ മതി. അവളെ തനിച്ചൊന്ന് പുറത്ത് കിട്ടിയാൽ മതി സാറേ. പിന്നെ ഞാൻ അവളെ ഏതു വിധേനയും കൊണ്ടുപോയിക്കൊള്ളാം. ഞാൻ സാറിന് വേണ്ടി ചെയ്ത ഉപകാരങ്ങളൊന്നും സാറ് മറക്കല്ലേ. ഡേവിഡ് മുതലാളിയുടെ അലമാരയിലിരുന്ന ആധാരങ്ങൾ സാറിൻ്റെ കയ്യിൽ എത്തിച്ചു തന്നവനാണ് ഈ രാഘവൻ. അതിന് സാർ കാശൊക്കെ തന്നു എന്ന് പറഞ്ഞാൽ പോലും ചങ്കുറപ്പുള്ള ഒരാൾ വേണ്ട സാറേ.
നീ കണക്കൊന്നും എന്നോട് പറയാൻ നിൽക്കണ്ട. നിന്റെ മോളെ ഇറക്കാൻ വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. നീ ഫോൺ വെക്ക്. തുടർന്ന് കാണുന്നത് അളകാപുരിയിലെ അടുക്കളയിൽ ജാനകി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപർണ ആ സമയത്ത് അടുക്കള വാതിക്കൽ വന്ന് വളരെ പകയോടുകൂടി കുറച്ചു സമയം തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാ, ഒരു കുടുംബത്തെ മുഴുവൻ ഭാര്യയും ഭർത്താവും ചേർന്ന് പറ്റിച്ചിട്ട് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ യാതൊരു ഉളുപ്പുമില്ല. ജാനകി, നിനക്ക് എങ്ങനെ ഇതിനൊക്കെ കഴിയുന്നു? നട്ടല്ലില്ലാത്ത 2 ആൺമക്കളുണ്ട് ഇവിടെ. മറ്റേതെങ്കിലും വീട്ടിലായിരുന്നെങ്കിലേ കാണായിരുന്നു. അച്ഛനെ പിടിച്ചു നിർത്തി ആധാരം മടക്കി എഴുതിച്ചിട്ട് വല്ല ഓർഫനേജിലും കൊണ്ട് വിട്ടേനെ. അപ്പോൾ ജാനകി പറയുകയാണ്, അപർണ എന്നോട് ഏറ്റുമുട്ടാനാണ് വന്നതെങ്കിൽ എനിക്കതിന് താല്പര്യമില്ല. നേടേണ്ടത് നേടിയെടുത്തില്ലേ, പിന്നെ എന്തിന് നേർക്കുനേർ ഏറ്റുമുട്ടണം? ഭാര്യയും ഭർത്താവും ഇതുവരെ ആരുടെയും നേർക്കുനേരെ നിന്ന് ശീലിച്ചിട്ടില്ല. അച്ഛനെ മണിയടിച്ചിട്ടല്ലേ ഒരർഹതയുമില്ലാത്ത നീ ഇപ്പോൾ കോടീശ്വരിയായിരിക്കുന്നത്. പക്ഷേ ലോട്ടറി അടിച്ച് ടിക്കറ്റ് കൈമോശം വന്ന അവസ്ഥയാണ് നിനക്ക് വരാൻ പോകുന്നത്. ഞങ്ങളെ വിഡ്ഢികളാക്കി നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ അതിന് ഞാൻ അനുവദിക്കില്ലടി. നീ നിന്റെ ഭർത്താവിനെ പറഞ്ഞു മനസ്സിലാക്ക്. ആധാരം പിൻവലിച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു തുക ഞങ്ങൾ തരും. അത് കേട്ടിട്ട് ജാനകി ചോദിക്കുകയാണ്, കോടികൾ വില വരുന്ന സ്വത്ത് വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ തരുന്ന നക്കാപ്പിച്ച വാങ്ങാൻ ഞങ്ങളെന്താ കുടികിടപ്പുകാരാണോ? ആഹാ, നിങ്ങൾ ഈ വീട്ടിലെ കുടികിടപ്പുകാരല്ലാതെ പിന്നെ ആരാ? എന്നാലേ നീ ഒന്ന് കുടിയിറക്കി കാണിക്ക്. വേണ്ടാന്ന് കരുതുമ്പോൾ തലയിൽ കയറി നിരങ്ങാൻ വന്നാൽ പിന്നെ എന്ത് ചെയ്യാനാ? ഇത്രയും അപർണയുടെ മുഖത്ത് നോക്കി ജാനകി പറയുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു.